എസ് രാഗൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. രാഗൻ, IPC 376D അനുസരിച്ച് ഉള്ള കുറ്റകൃത്യം തെളിഞ്ഞാൽ 20 വർഷം മിനിമം തടവ് കൊടുത്തേ പറ്റൂ. അതിന്റെ ആ ബോർഡറിൽ നിന്നിട്ട് കൃത്യം 20 വർഷമേ കോടതി കൊടുത്തിട്ടുള്ളൂ. അതെ, അങ്ങനെയാണ്. മിനിമം പണിഷ്മെന്റ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. 6 പ്രതികൾക്കും ഒരേ രീതിയിൽ ശിക്ഷ ലഭിച്ചു എന്നതാണ് മറ്റൊരു കാര്യമായി എടുത്തു പറയേണ്ടത്. എന്തായാലും ബിനിൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. കോടതി നടപടിക്രമങ്ങൾ അപ്ഡേറ്റ് ചെയ്ത ബിനിൽ നമുക്ക് ചേരുകയാണ്. അതായത് ഇപ്പോൾ മിനിമം പണിഷ്മെന്റ് ഈ 376Dയിൽ ഏറ്റവും കുറഞ്ഞ പണിഷ്മെന്റ് ആണ് 20 വർഷം. അതിന് മുകളിലേക്കാണ് ആ കുറഞ്ഞ പണിഷ്മെന്റ് കിട്ടിയിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതായത് ഈ IPC 376D എന്ന് പറഞ്ഞാൽ കൂട്ടമാനഭംഗമാണ്. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ നിയമപ്രകാരം 20 വർഷം ആണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ. പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം. ഇവിടെ ഈ പ്രതികൾക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ, അവർക്ക് മേൽ തെളിഞ്ഞ കുറ്റത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. അതിന് കോടതി ഈ കേസ് തുടങ്ങിയപ്പോൾ തന്നെ, ഈ വിധിന്യായം ശിക്ഷാ പ്രഖ്യാപനം തുടങ്ങിയപ്പോൾ തന്നെ കോടതി ചില കാര്യങ്ങളിലേക്ക് കടന്നതിന് ശേഷമാണ് പ്രതികൾക്കുള്ള ശിക്ഷ പ്രഖ്യാപിച്ചത്. കോടതി പറഞ്ഞു ഇത് കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് സെൻസേഷണലിസം ഈ കേസുമായി ബന്ധപ്പെട്ട്, പക്ഷേ ആ സെൻസേഷണലിസം ഒന്നും ഈ കോടതിയെ ബാധിക്കുന്നതല്ല. കൃത്യമായും നിയമത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് കോടതി പരിശോധിച്ചിരിക്കുന്നതെന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക് കോടതി കടന്നത്. അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞത് ആ പരാതിക്കാരി നേരിട്ടിട്ടുള്ള ദുരനുഭവം, അതിനെ കോടതി ശക്തമായി അതിനാവശ്യമായ ഒരു ശിക്ഷ ഈ പ്രതികൾക്ക് നൽകിയാണ്. പ്രതികളുടെ ആൻറ്റിസിഡൻസ്, അവരുടെ പൂർവ്വകാല ചരിത്രം, അതൊക്കെ കോടതി പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷയിലേക്ക് പോയത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ജീവപര്യന്തം കഠിന തടവിന് വേണ്ടിയാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. പ്രത്യേകിച്ച് ഈ കേസിലെ 1-ാം പ്രതി പൾസർ സുനി നിരവധി കേസിൽ പ്രതിയാണ്. പൾസർ സുനിയെ ഇതുവരെ ഒരു കേസിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. ഇയാൾക്ക് ആൻറ്റിസിഡൻസ് ഉള്ളയാളാണ്. പക്ഷേ ആ വ്യക്തിക്ക് പരമാവധി ജീവപര്യന്തമെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ പ്രോസിക്യൂഷനെ സംബന്ധിച്ചുണ്ടായിരുന്നു. മറ്റു പ്രതികൾക്ക് കിട്ടിയില്ല എങ്കിൽ പോലും. പക്ഷേ ഇവിടെ കോടതി ആ ജീവപര്യന്തത്തിലേക്ക് പോയില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ, ഈ പൾസർ സുനി എന്ന പ്രതി ഏതാണ്ട് 7.5 വർഷത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ തന്നെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഈ കോടതി വിധിയിൽ തന്നെ പറയുന്നുണ്ട് ആ അനുഭവിച്ച ശിക്ഷ കുറച്ചായിരിക്കും ഈ 20 വർഷം കിടക്കേണ്ടി വരിക. അപ്പോൾ നമ്മളൊരു കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൾസർ സുനി പരമാവധി ഒരു 8-9 വർഷമേ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയുള്ളൂ. കാരണം ഇപ്പോൾ തന്നെ 7.5 വർഷത്തോളം അനുഭവിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പരോള്, മറ്റ് അവധി ദിവസങ്ങൾ, ഇതെല്ലാം ഈ തടവിൽ കുറയ്ക്കപ്പെടും. അപ്പോൾ ഈ 365 ദിവസവും കിടക്കേണ്ടതില്ല ഒരു വർഷം എന്ന് പറയുമ്പോൾ. അവിടുത്തെ ഹോളിഡേയ്സ് ഒക്കെ കുറച്ച് വരും. അങ്ങനെയുള്ള പല കുറവുകളും ഈ പരോളും ഒക്കെ തന്നെ കുറച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രതിക്ക് ഇനിയൊരു 7-8-9 വർഷമായിരിക്കും പരമാവധി, അല്ലെങ്കിൽ 10 വർഷമായിരിക്കും പരമാവധി ശിക്ഷ അനുഭവിക്കുന്നത്. കഠിന തടവ് തന്നെയാണ് ഈ കേസിൽ കോടതി വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്, 20 വർഷത്തെ ശിക്ഷ. അവിടെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, അതായത് പ്രോസിക്യൂഷനെ തിരിച്ചടി പറയുമ്പോൾ, ഒന്ന് ദിലീപ് അടക്കമുള്ള പ്രതികൾ വിട്ടുപോയത് തന്നെ പ്രോസിക്യൂഷന് തിരിച്ചടിയാണ്. 2 ഈ പറഞ്ഞ പോലെ ജീവപര്യന്തം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയില്ല, അതും തിരിച്ചടിയാണ്. അപ്പോഴും നേരത്തെ ഈ വാദം, ഈ ശിക്ഷയിന്മേലുള്ള വാദം നടന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ പൾസർ സുനിക്ക് കുറ്റകൃത്യം ചെയ്യാനിടയാക്കിയത് മറ്റു പ്രതികളുടെ അടക്കം സഹായം കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒരേ രീതിയിൽ കാണണം. ഒരാളെ വേർതിരിച്ച് കാണാൻ കഴിയില്ല, ഓരോരുത്തരുടെ കുറ്റം വേർതിരിച്ച് കാണാൻ കഴിയില്ല, ഒരേ രീതിയിലുള്ളത് കാണണമെന്ന് പറഞ്ഞിരുന്നു. അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു ജഡ്ജ്മെൻ്റായിട്ട് വ്യാഖ്യാനിക്കാമോ? തീർച്ചയായും. കാര്യം ആരെയും ഈ കാര്യത്തിൽ കോടതി വിവേചനം കാണിച്ചിട്ടില്ല. എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ആ ശിക്ഷ 20 വർഷം, അതായത് ചെയ്ത കുറ്റത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ, നൽകാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി നൽകിയിരിക്കുന്നത്. അപ്പോൾ കോടതി ഈ പ്രതികളുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ, അവരുടെ പൂർവ്വകാല ചരിത്രം, അവർക്ക് ഏതെങ്കിലും ക്രിമിനൽ കേസിൽ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഈ കേസിലെ മറ്റു പല പ്രതികളും പലരും ഇന്ന് കോടതിയിൽ പറഞ്ഞ് തങ്ങൾക്കെതിരെ ഒരു പെറ്റി കേസ് പോലും നിലവിലുള്ള ആളുകളല്ല എന്നൊക്കെയാണ് പലരും പറഞ്ഞിരിക്കുന്നത്. പലരും ഈ കേസിൽ, മറ്റ് കേസുകളിൽ കൺവിക്ട് ചെയ്യപ്പെടാത്ത ആളുകളുണ്ട്. കുറ്റാരോപിതരായിരിക്കാം, പക്ഷേ കൺവിക്ഷൻ ആർക്കും വന്നിട്ടില്ല. അതായത് ആരെയും കുറ്റവാളിയാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചിട്ടില്ല. അങ്ങനത്തേക്കുള്ളൊരു പശ്ചാത്തലം കോടതി പരിഗണിച്ചു എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. പൾസർ സുനിയോടൊപ്പം തന്നെ റോള് മറ്റുള്ളവർക്കും ഉണ്ട് എന്ന് കോടതി കണ്ടെത്തി. കൃത്യമായിട്ടും ആ രീതിയിൽ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് IPC 376D എല്ലാവർക്കും എതിരെ തെളിഞ്ഞിരിക്കുന്നത്. ഇതിൽ 5 ലക്ഷം രൂപ പിഴ കൂടി കോടതി ചുമത്തിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ പിഴ,
ഈ കേസിലെ ഈ പരാതിക്കാരിയായ നടിക്ക് കൈമാറണം. അതല്ലാത്ത പക്ഷം 1 വർഷം കൂടി ഇവർ തടവിൽ തുടരണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ആ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ. ആ പെൻഡ്രൈവ് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കോടതി കൈമാറുന്നത്. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ഇത് സുരക്ഷിതമായി സൂക്ഷിക്കണം. കേസിലെ ഒന്നാം സാക്ഷിയായ ഈ പരാതിക്കാരിയുടെ സ്വകാര്യതയ്ക്ക് യാതൊരു തരത്തിലുള്ള ഭംഗവും ഉണ്ടാകാത്ത രീതിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അത് സൂക്ഷിക്കാൻ കൂടിയുള്ള ഉത്തരവാദിത്തം ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബൈജു പൗലോസിന് കോടതി നൽകിയിരിക്കുകയാണ്. ഇനി ഈ ഉത്തരവിൻ്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോഴാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കേരളം കാത്തിരിക്കുന്നത്. ഈ 8ാം പ്രതിയെ എങ്ങനെ വെറുതെ വിട്ടു? പോലീസ് കെട്ടിപ്പൊക്കിയ ഈ ഗൂഢാലോചന തിയറി എവിടെ തകർന്നു വീണു? എന്താണ് കോടതിയിൽ സംഭവിച്ചത്? അതാണ് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. അല്പസമയത്തിനകം തന്നെ ഈ വിധിന്യായത്തിൻ്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരും. അപ്പോഴായിരിക്കും കോടതി എവിടെയൊക്കെയാണ് പ്രോസിക്യൂഷൻ്റെ പിഴവുകൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാക്കുകയുള്ളൂ. എന്തായാലും പ്രോസിക്യൂട്ടറുടെയും അതോടൊപ്പം തന്നെ മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ടവരുടെയൊക്കെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് അജയകുമാർ അല്പസമയത്തിനകം പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോഴാണ് നമുക്ക് പ്രോസിക്യൂഷൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാകുകയും ചെയ്യും. ഇപ്പോൾ